Hello my dear students, welcome back to my channel Ncert Malayalam. Ncert class 7th English Supplementary Reader Chapter 7 Chandni എന്ന സ്റ്റോറിയുടെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്റ്റോറി. ചാന്ദിനി. അപ്പോൾ ആരാണ് ചാന്ദിനി? ചാന്ദിനി എന്താണ്? ഒരു ആനിമൽ ആണോ അതൊരു ഹ്യൂമൻ ബീങ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ വാട്ട്സ് ഹർ സ്റ്റോറി? ലെറ്റ്സ് ഗോ. Chapter 7 Chandni. Abu Khan kept goats as pets. He loved his goats, but they left him one by one. He bought a young pretty goat and called her Chandni. So Abu Khan എന്ന വ്യക്തി അദ്ദേഹം പെറ്റ്സ് ആയിട്ട് വളർത്തുമൃഗമായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് ഒരു ഗോഡ്സിനെയാണ്, അത് ആടുകളെയാണ്. അദ്ദേഹത്തിനാവട്ടെ ഈ ഗോഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിനെ വിട്ട് പോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു നല്ലൊരു യങ് ആയിട്ടുള്ള സുന്ദരിയായൊരു ഗോട്ടിനെ അദ്ദേഹം ഇങ്ങനെ വാങ്ങിച്ചു. അവൾക്കൊരു പേരിട്ടു ചാന്ദിനി എന്ന്. ഓക്കെ. Once upon a time, there lived an old man in Almora. He was popularly known as Abu Khan. He lived all alone except for a few goats which he always kept as pets. So Abu Khan എന്ന് പറയുന്ന അൽമോറ എന്ന സ്ഥലത്ത് ഒരു ഓൾഡ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ പറയുന്ന അബു ഖാൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആവട്ടെ ഗോഡ്സിനെയാണ് പെറ്റാക്കി കൊണ്ടുവച്ചിരിക്കുന്നത്. He gave his goats funny names such as Kaluwa, Munkia and Gujri. അപ്പോൾ കലുവ, മൂങ്കിയ, ഗുജ്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ണി നെയിംസ് ആണ് അദ്ദേഹത്തിന് ഗോഡ്സിന് പേരിട്ടിരുന്നത്. He would take them out for grazing during the day and talk to them as one talks to one's own children. At night he would bring them back to his little hut and put a string round the neck of a goat. സോ അദ്ദേഹം ആവട്ടെ ഇങ്ങനെ രാവിലെ സമയത്തൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അവരെ മേയാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങോട്ട് സ്വന്തം മക്കളെ പോലെ തന്നെ കരുതി അവർ സ്വന്തം മക്കളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഇനി രാത്രിയാവട്ടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം ഇവരെ ഒരു ചെറിയൊരു ഹട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ചെറിയ സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ചരടൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അവരുടെ കഴുത്തിനോടെ കെട്ടിയിട്ട് അതിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് വെക്കും. അങ്ങനെയാണ് ഉണ്ടാവാറ്. But poor Abu Khan was little unlucky in the matter of his goats. Very often at night, one of the goats would pull at the string till it broke loose and then would disappear in the hills beyond. സോ പാവ അബു ഖാന് ഗോഡ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോഡ്സിനാവട്ടെ അങ്ങനെ ആയിരുന്നില്ല. അവരെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ അബു ഖാൻ അൺലക്കി ആയിരുന്നു. അവർ ആ സ്ട്രിങ് ഒക്കെ പൊട്ടിച്ചിട്ട് രാത്രിയാവുമ്പോൾ അവരെന്ത് ചെയ്യും, ആ മലമേട്ടിലേക്ക് എന്തെങ്കിലും ഡിസപ്പിയർ ആവുകയാണ് ചെയ്യാറ്. Goats in hilly areas hate being tied to tree or poles. They love their freedom. Abu Khan's goats were one of the best hill breed. So hilly areasലുള്ള ഗോഡ്സ് ആവട്ടെ അവർക്ക് ഇങ്ങനെ മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ പോൾസിലൊന്നും പോയിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതിനുള്ള ഒരു താല്പര്യമില്ല. അവരവരുടെ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നവരാണ്. അബു ഖാൻ്റെ ഗോട്ടാണെങ്കിൽ നല്ല ഇനം ഒരു ഹിൽ ബ്രീഡാണ്. അപ്പോൾ അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ലല്ലോ അങ്ങനെ കെട്ടി വെക്കുന്നതിന് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. They too loved their freedom. അവരുടെ ഫ്രീഡമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. So whenever they got the chance, they would run away only to get killed by an old wolf who lived in the hills. So അവർക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വേഗം ആ ഒരു ഹിൽസിലെ ഏരിയയിൽ പോയിട്ട് ഓടിപ്പോവുകയും പക്ഷെ എന്ത് ചെയ്യും, നിർഭാഗ്യവശാൽ അവരെ അവിടുത്തെ ഒരു ഓൾഡ് ആയിട്ടുള്ള വൂൾഫിലെ ചെന്നായ പിടിച്ചിട്ട് അവരെ വിഴുങ്ങാറാണ് ചെയ്യാറ്. Whenever one of his goats disappeared, Abu Khan was very sad. He did not understand why even the juiciest grass and grains that he gave them and all the love that he showered on them would not stop these unfortunate goats from running straight into the jaws of death. സോ അബു ഖാൻ അപ്പോൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ ഓരോ ഗോഡ്സ് ഇങ്ങനെ ഡിസപ്പിയർ ആവാൻ തുടങ്ങിയപ്പോൾ അബു ഖാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും നല്ല പുല്ല്, അടിപൊളി ജ്യൂസി ആയിട്ടുള്ള പുല്ലും അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ സ്നേഹവും കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിർഭാഗ്യവന്മാരായ ഗോഡ്സ് നേരെ ചെന്നിട്ട് ചെന്നായയുടെ വായിൽ പോയിട്ട് മീൻസ് അങ്ങനെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചാവുന്നത് എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. Are these gods mad? He wondered. Or was it their love for freedom? But freedom meant struggle, hardship, even death.
അപ്പോൾ അബൂഖാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഗോഡ്സിനൊക്കെ എന്താ വട്ടാണോ? അദ്ദേഹം അങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും എന്താണ് സ്വാതന്ത്ര്യമാണ് ആവശ്യമുള്ളത്. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്ട്രഗിളാണ്, അതുപോലെ തന്നെ നല്ല ഹാർഡ്ഷിപ്പാണ്, സ്ട്രഗിളാണ്, ഈവൻ മരണം പോലുമാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം. നല്ല സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നല്ല പെടാപ്പാട് പിടിച്ചൊരു സാധനമാണെന്നാണ് അബൂഖാൻ ആലോചിക്കുന്നത്. അബൂഖാൻ couldn't solve the mystery. അപ്പോൾ അബൂഖാൻ എത്രയായാലും ഈ ഒരു കാര്യത്തിലുള്ള നിഗൂഢത ഇതുവരെ മനസ്സിലായിട്ടില്ല. One day, when all his gods had left him, Abukan said to himself, "No more gods in my house ever again. I may yet live for a few more years, but I live without gods." So ഇങ്ങനെ ഓരോ ഗോഡ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങിയ ശേഷം അബുക്കാൻ എന്ത് തീരുമാനിച്ചു? എനിക്ക് എൻ്റെ വീട്ടിൽ ഇനി ആട്ടുകുട്ടികളൊന്നും വേണ്ട, എനിക്കിനി കുറച്ചു കാലം കൂടെ ഉണ്ടാവുള്ളൂ ജീവിതം. ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ആട്ടുകുട്ടികളൊന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നാണ് അബുക്കാൻ ഇങ്ങനെ സ്വയം പറയാണ്. However, the poor old man was terribly lonely. He simply couldn't do without his pets. So പാവം നമ്മുടെ ഈ വൃദ്ധനാവട്ടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആകെ ഒറ്റയ്ക്കിരിക്കുന്ന അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഈ പെറ്റ്സ് ഒന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. Very soon he bought a young goat. He thought, a young goat will stay with me such much longer. He will soon begin to allow me as well as food I give her every day. He will never went to go to hills, and he laughed with joy. So എങ്ങനെ സംഭവിച്ചു വെച്ചാൽ അദ്ദേഹം ഒരു പുതിയൊരു യങ് ഗോട്ടിനെ വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു യങ് ഗോട്ടാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ കാലം ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഫുഡും അദ്ദേഹത്തിൻ്റെ സ്നേഹമൊക്കെ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന മലയുടെ മുകളിലേക്കൊന്നും അവൾ പോവില്ല. അപ്പം അദ്ദേഹം സ്വയം തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ആഹ്ലാദമായി, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ അദ്ദേഹം വിചാരിച്ചുകൊണ്ട്, The new goat was very pretty. She was white as snow and had 2 little horns on her little head and a pair of gleaming red eyes. So അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അവൾ ഭയങ്കര സുന്ദരിയാണ്. അവളിങ്ങനെ സ്നോ പോലെ മഞ്ഞ് പോലെ വൈറ്റാണ്, 2 കൊമ്പുകളുണ്ട് അവൾക്ക്. അതുപോലെ തന്നെ അവൾക്ക് ഒരു പെയർ ഓഫ് ഗ്ലീമിങ്, അതായത് തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുണ്ട്. She had a friendly temperament and would listen to Abukan's tales with lot of interest and affection. So അവൾക്കാണെങ്കിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആണ് അബൂഖാൻ്റെ അടുത്ത്, നല്ല ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ആണ്. അവൾ അബൂഖാൻ പറയുന്ന ടെയിൽസ്, അതായത് കഥകളും അതുപോലെ തന്നെ അതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവൾക്ക്. അതുപോലെ അബൂഖാൻ്റെ അടുത്ത് ഭയങ്കര അഫെക്ഷൻ ആയിരുന്നു അബൂഖാനോടും അബൂഖാൻ്റെ കഥകളോടും. അബൂഖാൻ called her Chandni, which means moonlight. He loved Chandni and would narrate to her stories of his friends, all his friends who had dead and gone. So അതായത് അപ്പം ചാന്ദിനെ പറ്റി പറയാണ്. ചാന്ദിനി എന്ന പേരിട്ടു അബൂഖാൻ അവൾക്ക്. അവളുടെ ആ ചാന്ദിനി എന്ന് വെച്ചാൽ എന്താണ്? മൂൺ ലൈറ്റ് എന്നാണ്, അതായത് മറ്റേ നമ്മുടെ ചന്ദ്രൻ്റെ വെളിച്ചം എന്നുള്ളൊരു മീനിങ് ആണ്. ചാന്ദിനീനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയും മരിച്ചു പോയ ഫ്രണ്ട്സും അവരെ പറ്റിയൊക്കെ എന്ത് ചെയ്തു? ചാന്ദിനിക്ക് അവരുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ചാന്ദിനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. Several years passed. Chandni was still there. Abukan believed that Chandni would never leave this compound for free and fresh air of the hills beyond. Alas, he was mistaken again. So, several years, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചാന്ദിനി അവിടെ തന്നെ ഉണ്ട്. അബുഖാനാവട്ടെ ചാന്ദിനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ട് അദ്ദേഹത്തെ വിട്ട് ഒന്നും പോവില്ല എന്ന് വിചാരിച്ചു. എവിടെ പോവില്ല എന്ന്? നമ്മുടെ ഹിൽ ബിയോണ്ട്, അതായത് മലമുകളിൽ അപ്പുറത്തുള്ള നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ ആ ഫ്രീഡം ഒന്നും അവൾ ആഗ്രഹിക്കില്ല എന്നൊക്കെ നമ്മുടെ അബൂഖാൻ വിചാരിച്ചു. പക്ഷെ അബൂഖാന് തെറ്റി. അബൂഖാൻ എന്താ തെറ്റിയത്? Every morning, Chandni watched the hilltops bathed in the sunlight. How beautiful those hills are, she thought. How refreshing the breeze that blows through them. And how lovely to run across those hill fields. those green fields. So എല്ലാ ദിവസവും ചാന്ദിനി എന്താ കാണുന്നത്? നമ്മുടെ മലമുകളിൽ അല്ലെ ഹിൽ ടോപ്പിൻ്റെ അവിടെ സൺലൈറ്റ് ഇങ്ങനെ വീഴുന്നതാണ് കാണുന്നത്. അപ്പോൾ അത്രയും ഭംഗിയിൽ ആ ഹിൽ ടോപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചാന്ദിനി എന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്, എത്ര നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റാണെങ്കിൽ ബ്രീസാണ് അവിടെ അടയ്ക്കുന്നതെന്നൊക്കെ ആലോചിക്കുകയാണ്. ആൻഡ് ഹൗലി എത്ര നല്ലതായിരിക്കും ആ പറയുന്ന ഗ്രീൻ ഫീൽഡിലേക്ക് ഓടിപ്പോകാൻ എന്നൊക്കെയാണ് ചാന്ദിനി ഇങ്ങനെ വിചാരിക്കുന്നത്. ഷീ റാൻ ടുവേർഡ്സ് എ ഹിൽ ബട്ട് ഹാഡ് ടു സ്റ്റോപ്പ് വിത്ത് എ ജഗ്. ദ റോപ്പ് around her neck wouldn't let her go any further.
how she hated that drop. So അവളാണെങ്കിൽ അങ്ങടേക്ക് ഓടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. എന്ത്? അവളൊരു ജർക്ക് അല്ലെങ്കിൽ അവളൊരു പിടുത്തുണ്ടായിരുന്നു. എന്താണത്? അവളുടെ കഴുത്തിൽ എന്തായിരുന്നു? ഒരു കയറ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അത് അവളെ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു റോപ്പിനെ, ആ ഒരു കയറിനെ അവൾ ഹേറ്റ് ചെയ്തു, അവൾ വെറുത്തു. She stopped eating the green grass Abu Khan brought for her, nor did she listen to her stories with interest and affection. She lost her appetite, grew very thin and stared moodily at the hilltops bathed in sunlight. So അവളാണെങ്കിൽ ഈ പച്ചപ്പുല്ല് അബൂഖാൻ കൊടുക്കുന്ന പച്ചപ്പുല്ലൊക്കെ കഴിക്കുന്നത് നിർത്തി. അവളാവട്ടെ അബൂഖാൻ്റെ കഥകളോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അവൾക്ക് അപ്പറ്റൈറ്റ് പോയി, അതായത് അവൾക്ക് വിശപ്പില്ലാതായി, അവൾ മെലിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ അവൾ ഇപ്പം ആ പറയുന്ന ഹിൽ ടോപ്പിലേക്ക് ഇങ്ങനെ മീൻസ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, മൂഡ്ലി എന്ന് വെച്ചാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവളിങ്ങനെ സ്റ്റെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ തുറിച്ചു നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അബു ഖാൻ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ചാന്ദിനീസ് ആങ്ക്വിഷ്. അപ്പോൾ അബു ഖാന് ചാന്ദിൻ്റെ ആങ്ക്വിഷ് എന്ന് വെച്ചാൽ വേദന. അബു ഖാന് ചാന്ദിൻ്റെ ആ രോദന ഒന്നും മനസ്സിലാവുന്നില്ല, വേദന ഒന്നും മനസ്സിലാവുന്നില്ല. At last, she decided to speak to him frankly. അപ്പോൾ പാവം നമ്മുടെ ഗോട്ടാവട്ടെ അബു ഖാനോട് ഫ്രാങ്ക് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. Dear Abu Khan, she said, let me go to the hills, please. If I stay on your compound, I will die. Now, Abu Khan understood Chandni's problem. അപ്പോൾ അബു ഖാനോട് അവൾ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയാണ്. അപ്പോൾ ഷീ told him directly that എന്നെ ഞാനൊന്ന് പൊക്കോട്ടെ, പ്ലീസ് മലമുകളിലോട്ട് പൊക്കോട്ടെ, എനിക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഞാൻ ശരിക്കും ചത്തുപോകുമെന്ന് പറയാണ്. ഇപ്പം അബു ഖാൻ എന്താണ് ഈ ചാന്ദിനിക്ക് വിശപ്പില്ലാത്തതൊക്കെ എന്നുള്ള കാരണം അദ്ദേഹത്തിന് പിടികിട്ടി. ബട്ട് ഇറ്റ് മെയ്ഡ് ഹിം വെരി അൺഹാപ്പി. പക്ഷെ പാവ അബു ഖാനാവട്ടെ സങ്കടമായി. കാരണം എന്ന് വെച്ചാൽ എത്ര നോക്കിയതാണ് പഴയ കോഡ്സിനൊക്കെ, അവരൊക്കെ ഹിൽ ടോപ്പിൽ സുഖം കണ്ടിട്ട് ഫ്രീഡത്തിന് വേണ്ടി അവർ ഓടിപ്പോയി. പാവം ചാന്ദിനിയുടെ ചെറുപ്പത്തിൽ തന്നെ അബു ഖാൻ എടുത്തു വളർത്തി നല്ല പോലെ പരിപാലിച്ചു. പക്ഷെ ഇപ്പോൾ ചാന്ദിനിക്കാണെങ്കിൽ ഹിൽ ടോപ്പിൽ പോകണം. അപ്പോൾ അബു ഖാനാവട്ടെ ഇത് കണ്ട് ഭയങ്കര സങ്കടമായി. ദ earthen pot which contained Chandni's breakfast fell from his hands and broken into 1,000 pieces. സോ അബു ഖാൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു earthen pot, ഒരു മൺകലം, അതിനകത്താണെങ്കിൽ ചാന്ദിനിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് താഴെ വീണിട്ട് ഒരു 1,000 pieces ആയി എന്നാണ് പറയുന്നത്. വൈ ഡു യു വാണ്ട് ടു ലീവ് മീ ചാന്ദിനി? അബു ഖാൻ ആസ്ക്ഡ്. നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ വിട്ടു പോകണമെന്ന് പറയുന്നത്? ഐ വോണ്ട് ടു ഗോ ടു ഹിൽസ്, ചാന്ദിനി ആൻസേർഡ്. എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഹിൽസിൽ പോകണം എന്നാണ് ചാന്ദിനി മറുപടി പറയുന്നത്. ഡോണ്ട് യു ലൈക്ക് ദ ഫുഡ് ഹിയർ? ഐ വിൽ ഗിവ് യു ടേസ്റ്റിയർ ഫുഡ് ആൻഡ് മച്ച് എ ലോങ്ങർ റോപ്പ്. ആൻഡ് ഞാൻ നിനക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും അതുപോലെ വലിയ കയറൊക്കെയാണല്ലോ തരുന്നത്, നിനക്ക് ഈ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. നോ താങ്ക് യു, ലെറ്റ് മീ ഗോ ടു ഹിൽസ്. നോ, അതല്ല, താങ്ക് യു എന്ന് പറയാണ്. ലെറ്റ് മീ ഗോ ടു ഹിൽസ്, ഞാൻ ആ ഹില്ലിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുകയാണ്. ഡു യു റിയലൈസ് ദ റിസ്ക് യു ആർ റണ്ണിങ്, യു ഒബ്സ്റ്റിനേറ്റ് ക്രിയേച്ചർ? അപ്പോൾ നീ എടുക്കുന്ന റിസ്കിനെ പറ്റി അറിയില്ലേ നിനക്ക്? നീ അവിടേക്ക് ഓടിപ്പോയിട്ട് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി നിനക്ക് അറിയില്ലേ? നീ എടുക്കുന്ന ഈ റിസ്കിനെ പറ്റി അറിയില്ലേ? യു ഒബ്സ്റ്റിനേറ്റ് ക്രിയേച്ചർ. ഒബ്സ്റ്റിനേറ്റ് എന്ന് വെച്ചാൽ ദുർവാശിയുള്ള ക്രിയേച്ചർ, ദുർവാശിയുള്ള ജന്തുവേയും ചോദിക്കുകയാണ്. There is a dangerous wolf in the hills. He will eat you up. Abu Khan did his best to warn her. അവിടെ ഒരു ഡേഞ്ചറസ് ആയ ഭീകരനായ ഒരു ചെന്നായ ഉണ്ട്, അത് നിന്നെ എന്തായാലും തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അബു ഖാൻ എന്ത് ചെയ്തു? നമ്മുടെ ചാന്ദിനിനെ വാൺ ചെയ്തു. ബട്ട് ചാന്ദിനി ആൻസേർഡ്, ഗോഡ് ഹാസ് ഗിവൺ മീ എ പെയർ ഓഫ് ഹോൺസ്, ഐ വിൽ ഫൈറ്റ് ദ വോൾഫ്. അപ്പോൾ ചാന്ദിനി ഇങ്ങനെ മറുപടി പറയാണ്, ദൈവം എനിക്ക് ഒരു പെയർ കൊമ്പുകൾ തന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയാണ്. അപ്പം ഇനി ചാന്ദിനി ആ ഹിൽ ടോപ്പിലേക്ക് പോയിട്ടുണ്ടാവുമോ? അപ്പോൾ അബു കാലാവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ് ദ ബാക്കി പാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഹോപ്പ്ഫുള്ളി യു എൻജോയ്ഡ് അവർ ക്ലാസ്. ഇഫ് യു ലൈക്ക് ദ ചാനൽ, പ്ലീസ് ലൈക്ക് ദ If you like the video, please like the button, as well as ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു എവ്രി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്.